ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈഫ് ഫോർമുലയെക്കുറിച്ചാണ്. ഈഫ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എങ്ങനെയാണ്, അങ്ങനെ ആയാൽ, ഇങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് ഈഫ് എന്ന് നമ്മൾ നോർമലി പറയുന്നത്. ഇപ്പോൾ എക്സലിൽ ഈ ഫോർമുല നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് ഒരു സാലറിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് റിപ്പോർട്ട് കാര്യത്തിലോ അല്ലെങ്കിൽ മാർക്സ്, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ മാർക്സിൻ്റെ കാര്യത്തിലോ ഒക്കെ നമുക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫോർമുലയാണ് ഈ ഫോർമുല. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഫോർമുല വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഇവിടെ നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റയുണ്ട്. ഇവിടെ നമുക്ക് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് കോളത്തിൽ സ്റ്റുഡൻസിൻ്റെ നെയിം ഉണ്ട്, സെക്കൻഡ് കോളത്തിൽ മാർക്സ് എഴുതാനുള്ള കോളം ഉണ്ട്, പിന്നെ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഇത്ര മാർക്കുണ്ട്, കുട്ടി പാസ്സാണോ ഫെയിലാണോ, ഇതാണ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്ക് എഴുതുമ്പോൾ റിസൾട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ആദ്യമേ ഫോർമുല ആയതുകൊണ്ട് = ഇടുന്നു. ഈഫ് എന്ന് ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പോപ്പപ്പ് ചെയ്ത് വരും. ഈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചെക്സ് വെദർ എ കണ്ടീഷൻ ഈസ് മെറ്റ് ആൻഡ് റിട്ടേൺസ് വൺ വാല്യൂ ഇഫ് ട്രൂ ആൻഡ് അനദർ വാല്യൂ ഇഫ് ഫോൾസ്. അതായത് നമ്മളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ആ കണ്ടീഷൻ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ആ കണ്ടീഷൻ അത് വാല്യൂ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ട്രൂ ആയിട്ടും, ഇൻ കേസ് ആ കണ്ടീഷൻ അത് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഫോൾസ് ആയിട്ടും റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ എഴുതുന്നു = ഓപ്പൺ ബ്രാക്കറ്റ്, മാർക്ക് എഴുതുന്ന ആ ഒരു സെല്ലിൽ നമ്മൾ കർസർ വെച്ചു സെലക്ട് ചെയ്തു. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, കോമ, കൊട്ടേഷനിൽ നമ്മൾ പാസ്ന്നിടുന്നു, കോമ, കൊട്ടേഷനിൽ ഫെയിൽ ഇടുന്നു, ക്ലോസ് ബ്രാക്കറ്റ്, എൻ്റർ. ഇപ്പോൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കോളത്തിൽ റിസൾട്ടായിട്ട് വരുന്നത് ഫെയിൽ എന്നാണ് കാണിക്കുന്നത്. കാരണം ഞാൻ അവിടെ മാർക്സ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ മാർക്സ് 41 എൻ്റർ ചെയ്തപ്പോൾ ആ ഇക്വേഷൻ്റെ ആ റിസൾട്ടിൻ്റെ അവിടെ പാസ്സായി. ഇനി എല്ലാ സ്റ്റുഡൻസിൻ്റെ മാർക്സ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇക്വേഷൻ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്തു, ഓരോ മാർക്കുകളായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. 56, അപ്പോൾ അതൊക്കെ പാസ്സായി. 12 എടുക്കുമ്പോൾ എന്താ, 40യേക്കാളും താഴെയാണ്, ഫെയിലായി. 78 പാസ്സായി. ഇങ്ങനെ ഓരോ നമ്മൾ പറയുന്ന കണ്ടീഷൻസിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്.